പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്, എപ്പോഴായിരുന്നു ഈ വിവരം അറിഞ്ഞ്, എങ്ങനെയാണ് അതിന്റെ ഒരു കൂടിയാണ് വീടിന്റെ പരിസരത്തുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പം തന്നെ ഇവിടെ എത്തുകയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും പോലീസിനെയും ദുരന്ത നിവാരണ അതോറിറ്റിനെയും ഒക്കെ അറിയിക്കുന്നത്. ഭയങ്കര ശബ്ദത്തോടു കൂടിയാണ് ഈ കല്ലിന്റെ പുറത്തോട്ട് ഇത് അടിച്ച് കയറിയത്. ജനങ്ങളെ അപ്പം തന്നെ ഏതാണ്ട് 7-8 കുടുംബത്തെ അപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയും അവർ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. വേണ്ട നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ക്രെയിനും JCBയും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. JCBയും ക്രെയിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇന്നലെ ഇതുപോലെ അല്ലായിരുന്നല്ലോ കടലിന്റെ ഒരു അവസ്ഥ. വളരെ പ്രക്ഷുബ്ധമായ കടലും മഴയും കാറ്റുമൊക്കെ വളരെ ശക്തമായി തന്നെ നിൽക്കുകയായിരുന്നു. ഇവിടെ തൊട്ട് അടുത്ത് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു നിന്നിരുന്നത്. ഇപ്പൊ കാലാവസ്ഥ ഇച്ചിരി അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണം വന്നു കഴിഞ്ഞു. അപ്പൊ ആളുകൾ പലരോടും സംസാരിച്ചപ്പോ ഒരു ആശങ്കയുണ്ട്, കൂടുതൽ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് തന്നെ എത്തുമോ എന്നുള്ളൊരു ആശങ്ക. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ചെറിയഴിക്കൽ ഭാഗമാണ്. ഈ ഭാഗത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടല് ഇത്തിരി കിഴക്കോട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കാറ്റിന്റെ ഇത് വെച്ചുകൊണ്ട് ഇവിടെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതൊന്നും അല്ലായിരുന്നു ഇപ്പോഴത്തെ ഒരു കാറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ആർക്കും അടുക്കാൻ കഴിയില്ല. ഇതിന്റെ സമീപത്ത് തന്നെ അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ആളുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ രാത്രി അവർക്ക് ഇവിടെ സുരക്ഷിതമല്ല എന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് അവരെ സുരക്ഷിതമായി ബന്ധുവീടുകളിലും മറ്റുമൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാവിലെയൊക്കെ ആളുകൾ കൂടുതലായി കാര്യം ഇത്തരത്തിലൊരു കണ്ടെയ്നർ വരുന്നു ഇവിടെ അടിഞ്ഞു എന്നറിഞ്ഞപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത്. പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് വലിയ രീതിയിൽ ആൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനവും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കളക്ടറൊക്കെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത്തരത്തിലൊരു കണ്ടെയ്നർ വന്നു. പക്ഷേ കൊല്ലം നേരത്തെ പഞ്ചായത്ത് അത് ഈ കാറ്റിന്റെ ഒരു ദിശ അനുസരിച്ച് ഇവിടേക്ക് കൂടുതലായിട്ട് കാര്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കാര്യം ഈ കൊച്ചി 38 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കൊച്ചി തുറമുഖത്ത് നിന്നും അത് ആ കപ്പൽ മറിയുന്നതെങ്കിൽ അവിടെ നിന്ന് വേറെ ദൂരെയായിട്ടുള്ള കൊല്ലം അതായത് കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള ചെറിയഴിക്കലിലാണ് ആദ്യത്തെ ഒരു കണ്ടെയ്നർ വന്ന് അടിയുക വരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കളക്ടർമാരുടെ അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വം അതായത് കളക്ടർമാരെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ടൊരു യോഗം ചേർന്നിരുന്നു. ആ ഓൺലൈനായി യോഗം ചേർന്നിരുന്നപ്പോൾ തന്നെ ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള ജില്ലകളിലുള്ള കളക്ടർമാർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിരീക്ഷണം തുടരണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാത്രി സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് നീണ്ടകര ഉൾപ്പെടെയുള്ള മറ്റു ഭാഗങ്ങളിൽ ആ പരിശോധന നടത്തുന്നു. ഒരുപക്ഷെ കാറ്റിന്റെ ഒരു ദിശ അനുസരിച്ച് അവിടേക്ക് വരുമെന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടായത്. പക്ഷേ ആ സമയത്ത് ഏകദേശം 11 മണിയോട് കൂടെയാണ് കളക്ടർക്ക് ഒരു ഫോൺ വരുന്നത്. ഇത്തരത്തിലൊരു കണ്ടെയ്നർ, ഒരു വെള്ള നിറത്തിലുള്ള ഒരു കണ്ടെയ്നർ ഈ ജനവാസ മേഖലയ്ക്ക് സമീപമായിട്ടുള്ള ഈ ചെറിയഴിക്കലിന് സമീപം വന്ന് അടിഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ഈ കടൽ ഭിത്തിയിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്. ആ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ് ജീന. അതായത് ആ കടൽ ഭിത്തിയിലേക്ക് ഇടിച്ച് കയറി നിൽക്കുന്നു. അതായത് അത്രത്തോളം ശക്തമായ ആ തിരയിൽ ഇവിടേക്ക് അടിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ അടിച്ചു കയറി നിൽക്കില്ല. അതിനുശേഷം ഇന്നിപ്പോൾ ആ ഒരു ഈ തിരമാലയ്ക്കൊക്കെ ഒരു ശമനമുണ്ട്. ഇതിപ്പോൾ ഇതിനെ നേരിട്ട് ഒരു പരിശോധന നടത്തുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന പോലീസിനായിക്കോട്ടെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഒക്കെ അതിലൊരു കോസ്റ്റൽ ഗാർഡിനൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണമെന്ന് പറയുന്നത് കളക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കായി അതായത് ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കായി അതായത് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കാർഗോ പോലെ സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്ന കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ചുമതല എന്ന് പറയുന്നത് കസ്റ്റംസിനാണ്. അപ്പോൾ കസ്റ്റംസ് സംഘം ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ആദ്യം അവരുടെ ഒരു നടപടി എന്ന് പറയുന്നത് ഇതിനെ അതായത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ ഒന്ന് സീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അവർക്ക് കൃത്യമായൊരു പ്രോട്ടോകോൾ ഉണ്ട്, അത് പാലിച്ചുകൊണ്ടായിരിക്കും അതിപ്പോൾ ഒഴിഞ്ഞതായിക്കോട്ടെ എങ്ങനത്തെ ആയിക്കോട്ടെ ഇത്തരത്തിൽ ഒരു കടലിലെ അതായത് കടലിലേക്ക് മറിഞ്ഞ അതായത് അറബിക്കടലിലേക്ക് മറിഞ്ഞ ഒരു കപ്പലിൽ നിന്നും ഉള്ള ഒരു കണ്ടെയ്നറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ അപ്പോൾ ആ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും നടത്തുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീന.